ഇന്നൊരു നീർദോശ കഥ പറയാം കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഒരു തേങ്ങ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഹസ്ബൻഡ് അമ്മയോട് ചോദിക്കും കേട്ടോ, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? അപ്പോൾ അമ്മ പറയും നാളെ നീർദോശയും ചിക്കൻ കറിയാണെന്ന്. അപ്പോൾ ഒരു പുച്ഛഭാവത്തിന് ഞാൻ അവരെ ഇങ്ങനെ നോക്കി കേട്ടോ. നീർദോശയോ, ഇതൊക്കെ ഏത് ടീമെന്നുള്ള മട്ടിൽ. കാരണം എൻ്റെ അറിവിൽ നീറെന്നുള്ളൊരു പേര് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ നാട്ടിൽ കടിക്കുന്ന ഒരു തരം ഉറുമ്പ. ചിലവരുടെ നാട്ടിൽ അതിനെ പുളിയനുറുമ്പെന്നും പറയും. വേറെ എന്തൊക്കെ പേരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാൽ പിന്നെ ഈ നീർദോശ കഴിച്ചിട്ട് കാര്യം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നേരം വെളുക്കുന്നോണം വരെയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. രാവിലത്തെ അമ്മയുടെ ആ ഒരു നീർദോശയും ചിക്കൻ കറിയും കഴിച്ചതിന് ശേഷം ഞാൻ നീർദോശയുടെ കട്ട ഫാനായി ഗൈസ്. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാനൊക്കെ എവിടെ നിന്ന് വരുന്നു? കാരണം അത്രയും വർഷങ്ങളായിട്ട് ആകെ ഒരു ദോശയാണ് എൻ്റെ മമ്മി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് കേട്ടോ. അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം മമ്മിയും നീർദോശയുടെ കട്ട ഫാനാണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ. കുതിർത്ത പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളുക. അതിനകത്തേക്കുണ്ടല്ലോന്നേ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒരു പിടി തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു 2 തവിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുത്തോളുക. അന്ന് നല്ല റൗണ്ട് ഷേപ്പിൽ അങ്ങനെ കിട്ടും. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചേ വെക്കാവുള്ളൂ, നമ്മൾ മറിച്ചിടുന്നില്ല. എപ്പോഴും നല്ല ചൂടായ കല്ലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. എന്നാൽ മാത്രമേ ആ ഒരു ഹോൾസായിട്ട് ഇങ്ങനെ നമുക്ക് ഹോളായിട്ടുള്ളൊരു നീർദോശ കിട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും ഫോളോ ചെയ്യണേ. ടാറ്റ.